സ്ഥലം തിരൂര. ഞാന് ഒരു മുസ്ലിം ലീഗുകാരനായിരുന്നു. ഞങ്ങൾക്കൊക്കെ ആദ്യം തന്നെ ഞങ്ങൾക്ക് അറിയാം. 10 കൊല്ലം പിണറായി സർക്കാർ ഭരിച്ചപ്പോ ഞാനൊക്കെ വിചാരിച്ചിരുന്നു ഇത് പോയി കിട്ടിയെങ്കിൽ മതിയായിരുന്നു. വേറെ ഒരാൾ വന്നു കഴിഞ്ഞാൽ, കോൺഗ്രസ് വന്ന് കയറി കഴിഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കാൻ ഫസ്റ്റാണ്, ലീഗ് അതിന്റെ പിന്നിൽ താങ്ങിക്കോളും എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഈ വന്ന് നോക്കുമ്പോ ഒക്കെ പേര് അറബിക്കടലായിട്ടാ വന്നത്. വന്ന ആൾക്കാർ മുഴുവൻ അറബിക്കടലും ചവിറ്റ് കൊട്ടയിട്ട് വന്നു. ഇപ്പോ എന്തായി? ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാന് ഒരു മുസ്ലിം ലീഗാണ്. ഇപ്പൊ ഞാനിങ്ങനെ വിചാരിക്കാണ്, ഒരു യാസീൻ ഓതിയിരുന്നു നമ്മൾ ഇതുവരെ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഞാന് പിണറായി സർക്കാർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കത്തന്ത് വരക്കാണ്. നിങ്ങൾ പിണറായിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ഇങ്ങോട്ട് പിടിച്ചു കൊടുന്നേരോ. ഇവിടെ നമ്മളെ കേരളം ഭരിക്കാൻ പിണറായിനെ കഴിച്ചിട്ട് മറ്റുള്ളവരൊക്കെ ഉള്ളു. സുഹൃത്തുക്കളെ, ഞാനിത് ഈ യാസിനോദ് എന്ന് പറയുന്ന പരിപാടി എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. യാസിനോദ് പിന്നെന്താ കത്തിറക്കി എന്തൊരു ഇതോ ഇറക്കാൻ സംതിങ് ലൈക്ക്, എനിക്കത് വ്യക്തമായിട്ട് വലിയ പിടുത്തമില്ല. അത് ഈ എന്താ പറയുക, ഖുർആനുമായി ബന്ധപ്പെട്ട എന്തോ സംഗതിയൊക്കെയാണ്, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. കാരണം പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് യാസീൻ ഓതിയ ആൾക്കാരാണ് അത്ര ഇവര്. പിന്നീട് ഇപ്പോൾ പിണറായി വിജയൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചുകൊണ്ടിരും ഇപ്പോഴാണ് മനസ്സിലാവുന്നതെന്നല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ തോറ്റത് നന്നായി എന്നുള്ളതാണ്. പിണറായി വിജയൻ തോറ്റത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്, കേരളത്തിന് ഒരുപാട് ഗുണമുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. വി.ഡി. സതീശൻ ഒരു നമ്പർ 1 ഗംഭീരം. പിന്നെ എന്താ പറയുക, CP ജോൺ അതൊരു വണ്ടർ സംഭവം. അതുപോലെ കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരാൾ, ഇവരൊക്കെ എന്താ പറയുക ഗംഭീരമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഇവിടുത്തെ മലയാളികൾക്ക് ഉണ്ടായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തോന്നലൊക്കെ ഗംഭീരമായിട്ട് പൂട്ടിടുന്ന വിധത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പിണറായി വിജയൻ പോയി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ LDFും പിണറായി വിജയനും ഫേസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നായിരുന്നു ഈ കൊറോണ എന്ന് പറയുന്നത്, വേറെ ഒന്നായിരുന്നു വെള്ളപ്പൊക്കം, പിന്നെ ഒന്നായിരുന്നു നിപ അല്ലേ. ഈ ഒരു കാലഘട്ടങ്ങളിൽ മുഴുവൻ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഈ ആളുകളെല്ലാം, വി.ഡി. സതീശൻ, അന്ന് വെറും വി.ഡി. സതീശനായിരുന്നു, ഇപ്പോഴാണ് വി.ഡി. സതീശൻ മേനോനായത്. അന്നത്തെ വി.ഡി. സതീശൻ, ഈ പറയുന്ന കെ മുരളീധരൻ, ഇവരൊക്കെ അന്ന് പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ശക്തമായിട്ടുള്ള വിമർശനങ്ങളായിരുന്നു ഈ കൊറോണ സമയത്തൊക്കെ വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നത്. കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി അന്ന് പറഞ്ഞത് എണ്ണം കെട്ടവന്മാർ ഭരിക്കുമ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുമെന്നുള്ളതാണ്. അങ്ങനെ കാലമേറെ കഴിയുന്നു, 10 വർഷം നീണ്ടൊരു 10 വർഷത്തെ കാലം കഴിയുന്നു. അതിഗംഭീരമായ രീതിയിൽ സ്കൂളുകൾ മാറുന്നു, നമ്മുടെ എന്താ പറയുക ജീവിത രീതികളൊക്കെ മാറുന്നു, റോഡുകൾ മാറുന്നു, ഈ സൈഡ് സഞ്ചരിക്കാൻ കഴിയുന്നു. ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനിൽ അങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ട് അദ്ദേഹം എന്തൊരു കൊള്ളരുതാത്തവനാണ്. LDFന്റെ ഭരണം മോശം ഉണ്ടായിട്ടല്ല, പിണറായി വിജയൻ എന്തോ ഭയങ്കര മോശപ്പെട്ട എന്തോ ഒരു വ്യക്തിയാണ് എന്ന രീതിയിലുള്ള ഒരു ചിത്രം ഉണ്ടാക്കാനുള്ള ശ്രമം കേരളത്തിൽ നടന്നു. അത് വിജയിച്ചു കേട്ടോ, 100% അത് വിജയിച്ചു എന്നുള്ളതാണ് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു നല്ല രസകരമായിട്ടുള്ളൊരു കഥ പോലെ ഒരു എലക്ഷൻ വരുന്നു. ആ എലക്ഷനിൽ പിണറായി വിജയൻ തന്നെയായിരുന്നു LDFന്റെ മുന്നിൽ വെക്കാനുള്ള മുഖം. അദ്ദേഹം തന്നെ വീണ്ടും വരും, കാരണം മോശപ്പെട്ട ഭരണമല്ലല്ലോ, അദ്ദേഹം തന്നെ 3ാം തവണയും വരണം. അപ്പോൾ നമുക്കുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു വലിയ മത്സരം വരുന്നു. ഒരുപക്ഷെ LDFും പിണറായി വിജയനും ഒക്കെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തായിട്ട് വളരെ 10-30 സീറ്റിലേക്ക് അങ്ങോട്ട് ചുരുങ്ങി പോകുന്നു. ഇങ്ങനത്തെ ഒരു അടി കിട്ടേണ്ടതുണ്ടോ ഞങ്ങൾക്ക് എന്നൊക്കെ നാട്ടിലത്തെ എല്ലാ LDFുകാർക്കും തോന്നി തുടങ്ങി. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഗംഭീരമായിട്ടുള്ള ഭരണം വരുന്നു. ആ ഭരണം തുടങ്ങിയപ്പോൾ തന്നെ ചിരിക്കുന്ന മുഖ്യമന്ത്രി എന്നായിരുന്നു ഒരു എന്താ പറയുക ഒരു മുദ്രാവാക്യം, ചിരിക്കുന്ന മുഖ്യമന്ത്രി. അതോടുകൂടി തന്നെ തൊട്ടപ്പുറത്തെ മുഖ്യമന്ത്രി ചിരിക്കാത്ത ആളാണ്. പിണറായി വിജയനെ ചിരിക്കുന്ന മുഖങ്ങളൊന്നും മാധ്യമങ്ങളിലൂടെ ആരും കാണിക്കാറില്ല. അതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്തായാലും ചിരിക്കാത്ത മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ മാറുകയും ചിരിക്കുന്ന മുഖ്യമന്ത്രി വരികയും ആദ്യ പത്രസമ്മേളനത്തിനിടയ്ക്ക് തന്നെ അദ്ദേഹം പൂക്കിയ മുഖ്യമന്ത്രി എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു. ഏതൊരു ചെക്കൻ എന്താ ചോദിച്ചപ്പോഴും ഇങ്ങനെ കാണിച്ചതോടുകൂടിയിട്ട് അദ്ദേഹം ഒരു പൂക്കിയ മുഖ്യമന്ത്രിയായി. നല്ല കാര്യം കേട്ടോ. ജനങ്ങളുമായിട്ട് ഭയങ്കര രസകരമായിട്ട് ഇടപഴകുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ആരെങ്കിലൊക്കെ വരുന്നതിനെ നമുക്ക് സ്വാഗതം ചെയ്യണം. എല്ലാവരും പിണറായി വിജയനെ പോലെ തന്നെ
എന്താ പറയുക, താൻ ഒരു കാര്യം നിശ്ചയിച്ചുറപ്പിച്ച ഗൗരവക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആവണമെന്നില്ല. അദ്ദേഹം ഭയങ്കര ഗൗരവക്കാരനായിരുന്നില്ല. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ഗൗരവത്തോടുകൂടി അദ്ദേഹം എന്തു ചെയ്തിരുന്നു എന്നുള്ളതാണ്. ശരി, സംഗതി എടുക്കട്ടെ. അങ്ങനെ ഇദ്ദേഹം വന്നപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് ആദ്യത്തെ ഒരാൾ മുരളീധരനെ എടുക്കാം. ആരോഗ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരുന്നു. ആരോഗ്യമന്ത്രിയായിട്ട് വന്ന സമയത്താണ് അദ്ദേഹത്തിന് തന്നെയുള്ള ഈ മന്ത്രി ആയിരിക്കുന്ന ആ ഒരു എന്താ പറയുക തലത്തിൽ അദ്ദേഹം ദേവസ്വം കൂടി അദ്ദേഹത്തിന്റെ കയ്യിലല്ലേ, അതിൽ അദ്ദേഹം അറിയാതെ ഒരാളെ നിയമിക്കുന്നത് വി ഡി സതീശൻ. അത് വലിയ പ്രശ്നമായി. ശരി, പോട്ടെ. അപ്പോഴാണ് നിപ്പ വരുന്നത്. എന്താണോ താൻ ഇത്ര കാലം എതിർത്തിരുന്നത് അതേ അസുഖം വീണ്ടും വരുന്നു എന്നുള്ളതാണ്. നിപ്പ വന്നപ്പോൾ നാട്ടുകാരും ഒരിക്കലും എറണാകുളത്തവനാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ, അതുകൊണ്ടാണ് നിപ്പ വന്നതെന്ന് ഒരു LDF പറഞ്ഞിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല. എറണാകുളത്തവന്മാർ ഭരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും നിപ്പ വരുന്നതെന്ന് വേണമെങ്കിൽ ഇപ്പൊ പറയാം. പക്ഷേ അദ്ദേഹത്തിന്റെ അതേ ഒരു വാക്ക് രീതികൾ, അദ്ദേഹത്തിന്റെ അതേ ഒരു വിമർശന രീതികൾ, അത്രയും മോശപ്പെട്ട വിമർശന രീതികൾ LDF ആരും പറഞ്ഞില്ല എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നിപ്പ വരാം, അടുത്ത വർഷം ഉണ്ടാവാം, അതിന് ജാഗ്രത ആയിട്ട് ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ആരോഗ്യമന്ത്രിമാർ മുഴുവൻ പറഞ്ഞേ. ഏറ്റവും രസകരമായ കാര്യം, നിപ്പ വന്ന സമയത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് മാധ്യമങ്ങൾ മുഴുവൻ പോയി ചോദിക്കുന്നത് ശൈല ടീച്ചറോടാ. ഏറ്റവും രസകരമായ കാര്യം ഇതാണ്. ശൈല ടീച്ചറോടാ പോയി ചോദിക്കുന്നു, ടീച്ചർ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്. അവരെല്ലാം ആരോഗ്യമന്ത്രി എന്നറിയാം. പക്ഷെ ഇപ്പോഴുള്ള ആരോഗ്യമന്ത്രി ആയിട്ടുള്ള മുരളീധരനോട് ചോദിച്ചാൽ ഒരു ഉത്തരവും കിട്ടൂല എന്ന് ബോധ്യമുള്ളതുകൊണ്ടായിരിക്കാം ജനങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശൈല ടീച്ചറോടാണ് എല്ലാവരും പോയി ചോദിക്കുന്നത്, ടീച്ചറെ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന്. ഭയങ്കര രസകരമായ ദൃശ്യമായിരുന്നു അത് കേട്ടോ. എന്തായാലും അത് വന്നു. മൂപ്പര് ഏകദേശം ആകെ നാരണക്കല്ല് പിടിച്ചു. കൃത്യമായിട്ട് അത് പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലൊക്കെ ആയി. പിന്നീട് എങ്ങനെയൊക്കെയോ അത് മരുന്നുകളൊക്കെ വന്ന് ഇത് ഈ സിസ്റ്റം പരിചയമുള്ളതുകൊണ്ട്, ശൈല ടീച്ചറൊക്കെ കാണിച്ചു കൊടുത്തൊരു സിസ്റ്റം പരിചയമുള്ളതുകൊണ്ട് ഡോക്ടേഴ്സ് അതിനെ ടാക്കിൾ ചെയ്തെന്ന് പറയാം. പിന്നീടാണ് നമ്മുടെ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങുന്നത്. 2 മാസം കൊണ്ട് മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ്. പറഞ്ഞ വാക്കൊക്കെ വെറും ചാക്കുകളാണ് എന്ന് മെല്ലെ ആളുകൾക്കൊക്കെ ബോധ്യമായി തുടങ്ങി എന്നുള്ളതാണ്. അവസാനം പ്രളയം വരുന്നു. പ്രളയം വന്ന സമയത്ത് സാധാരണയായിട്ട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്താ? ഒരിക്കൽ നമ്മുടെ കേരളത്തിൽ വീണ്ടും പ്രളയം വന്ന സമയത്ത് തൻ്റെ ആരോഗ്യസ്ഥിതി പോലും, ആരോഗ്യ പരിപാടി പോലും മാറ്റിവെച്ച് ഇങ്ങോട്ട് വിമാനം കയറിയ ഒരു മനുഷ്യനായിരുന്നു പിണറായി വിജയൻ. അപ്പൊ അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയൊക്കെ ഉള്ളൊരു പ്രതീക്ഷയുള്ള സമയത്താണ് ഇദ്ദേഹം അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നൊക്കെ വിചാരിച്ച ആളുകൾക്ക് നമ്മുടെ തെറ്റാണ് കേട്ടോ. നമ്മൾ കണ്ട് ശീലിച്ച സാധനം തന്നെ വരുമെന്ന് വിചാരിച്ചതിന്റെ പ്രശ്നമാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിന് താല്പര്യം പ്രളയത്തിൽ അകപ്പെട്ടെടുക്കുന്ന പാവങ്ങളുടെ കാര്യം നോക്കാനോ, അവരുടെ ക്യാമ്പുകളൊക്കെ എത്രത്തോളം നല്ലതാണെന്ന് നോക്കാനോ, എല്ലാ ക്യാമ്പിലേക്ക് പോയി നോക്കാനോ, ഓരോ ക്യാമ്പിലേക്കും പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാനൊന്നല്ല അദ്ദേഹത്തിന്റെ താല്പര്യം. അദ്ദേഹത്തിന് താല്പര്യം പക്ക രാഷ്ട്രീയമാണ്. PM-ശ്രീയിൽ ഒപ്പിടാൻ പോവാണ്. അപ്പൊ ലീഗിനൊന്ന് മയപ്പെടുത്തണം. അതിന്റെ ഭാഗമായിട്ട് ലീഗിന്റെ ആൾക്കാരെ വീട്ടിൽ പോയിട്ട് ബിരിയാണിയൊക്കെ കഴിക്കണം. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മായിപ്പനെ കാണാൻ പോകണം, അത് ഹെലികോപ്റ്റർ പ്രൈവറ്റ് കാര്യത്തിൽ തന്നെ ഉപയോഗിക്കണം. ആ കാണാൻ പോകുമ്പോൾ അവിടെ പ്രൈവറ്റ് ആയിട്ട് ആരൊക്കെ വന്നിരിക്കുന്നുണ്ട്, അവരുടെ എന്തൊക്കെ കാര്യത്തിലൊക്കെ ഒപ്പിടണം. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി. അപ്പൊ ഈ ഒരു സംഭവം കൂടി ആയപ്പോൾ, അതായത് പ്രളയം വന്നിട്ട് പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു അവസ്ഥ വന്നോട് കൂടിയിട്ട് ആളുകൾക്ക് ബോധ്യമായി ഇത് നമ്മൾ വിചാരിച്ചൊരാളല്ല, നമ്മൾ വിചാരിച്ചൊരു പൂക്കിയ മുഖ്യമന്ത്രിയല്ല, നമ്മൾ വിചാരിച്ച ചിരിക്കുന്ന മുഖ്യമന്ത്രിയല്ല. ചിരിയേക്കാൾ അപ്പുറത്ത് ചിരി ഇല്ലെങ്കിലും സത്യസന്ധരായിട്ടുള്ള ആളുകളാണ് നല്ലത് എന്നൊക്കെ പതുക്കെയാണെങ്കിലും 2 മാസത്തിനുള്ളിൽ മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുടുങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോഴാണ് ലീഗുകാരായിട്ടുള്ള ഇത്തരം ആളുകളൊക്കെ വന്ന് പറയുന്നത് പിണറായി വിജയൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ചൊല്ലിയ ആളാണ് ഞാൻ, ഇനി അദ്ദേഹത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇവിടെ തന്നെ വീണ്ടും പ്രതിഷ്ഠിക്കാൻ പറ്റുമോ? ഇല്ല സുഹൃത്തെ, ഇതൊക്കെ മുന്നേ ആലോചിക്കണമായിരുന്നു. നമ്മളിപ്പോൾ ആളുകളൊക്കെ പറയുന്നൊക്കെ അല്പമെങ്കിലും തലയിലേക്ക് കയറിയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു മഹാ അബദ്ധം കേരള ജനതയ്ക്ക് സംഭവിക്കില്ലായിരുന്നു. ബൈ.